ഞാനിന്ന് തയ്യാറാക്കിയിരിക്കുന്നത് ദോശയുടെ കൂടെയൊക്കെ ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു തക്കാളി ചട്നിയാണ്. ദോശയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഇഡ്ഡലീൻ്റെ കൂടെയൊക്കെ ബെസ്റ്റ് കോമ്പിനേഷൻ ആട്ടോ. അപ്പോൾ ദോശേനേക്കാൾ കൂടുതൽ എനിക്ക് കോമ്പിനേഷനായിട്ട് തോന്നിയിട്ടുള്ളത് ചോറിൻ്റെ കൂടെ കേട്ടോ. നല്ല കിടിലൻ ടേസ്റ്റുള്ളൊരു തക്കാളി ചട്നി തന്നെയാണിത്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചട്നി തന്നെയാണിത്. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 2 പച്ചമുളക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പച്ചമുളകൊക്കെ നിങ്ങൾക്ക് എരിവിന് ആവശ്യത്തിനനുസരിച്ച് കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഒരു 5 അല്ലി വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്നും അരച്ചെടുക്കാനുള്ളതാണ്, അതുകൊണ്ടാണ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇതിൻ്റെ പച്ചമുളക് ജസ്റ്റ് നിങ്ങൾ മാറി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ പച്ചമുളകൊക്കെ ഒന്ന് എണ്ണയിൽ മൂക്കുന്ന സമയത്ത് ഒരു ടേസ്റ്റും കാര്യങ്ങളും ഉണ്ടാവുമല്ലോ. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസുള്ള സവാള ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള ഒന്നും ഒരുപാട് കൂടുതലായി പോകണ്ട. 2 തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു മീഡിയം സൈസുള്ള സവാള തന്നെ മതി. എന്നിട്ട് നമുക്ക് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് കളർ മാറേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ആവണ്ട. ഇതുപോലെ നല്ല രീതിയിലൊന്ന് കുക്കായി കിട്ടിയാൽ മാത്രം മതി. ഇപ്പോൾ ഇതാ കറക്റ്റായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് തക്കാളി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 വലിയ തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ പുളിയുള്ള തക്കാളി തന്നെ എടുക്കണം. അപ്പോൾ പുളിയുള്ള തക്കാളി കേട്ടോ എടുത്തിരിക്കുന്നത്. പുളി കുറവുള്ള തക്കാളി ആണെന്നുണ്ടെങ്കിൽ കുറച്ച് വാളംപുളി ചേർത്ത് കൊടുത്താൽ മതി. വാളംപുളി നമ്മൾ ആദ്യം തന്നെ പച്ചമുളകൊക്കെ വഴറ്റിയെടുത്തില്ലേ, ആ സമയത്ത് പുളി ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ തക്കാളി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിലൊന്ന് കുക്കായി കിട്ടട്ടെ കേട്ടോ. അപ്പോൾ തക്കാളിയൊക്കെ കുക്കായിട്ട് നല്ല രീതിയിലൊന്ന് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഫൈനലായിട്ട് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഞാൻ ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂണ് കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് കൂടുതലായി പോകേണ്ട, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രം കേട്ടോ. 1/2 ടീസ്പൂൺ മാത്രം മതി. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മുളക് പൊടിയുടെ ഒരു കുത്തലൊക്കെ മാറുന്ന പച്ച സ്മെല്ലുണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറുന്നവരെ നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ കാശ്മീരി മുളക് പൊടി ആകുമ്പോൾ നല്ലൊരു കളറും കാര്യങ്ങളും ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എരിവ് കൂടുതൽ വേണമെന്നുള്ളവരാണെങ്കിൽ നോർമൽ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ അതിലേക്ക് ഫൈനലായിട്ട് കുറച്ച് മല്ലിയില കൂടി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ മല്ലിയിലയുടെ ഒരു ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ളവരൊക്കെ ആണെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. നല്ല രീതിയിലൊന്ന് ചൂടാറിയതിന് ശേഷമാണ് നിങ്ങൾ അരിച്ചെടുക്കുന്നത്. അപ്പോൾ നല്ല രീതിയിലൊന്ന് ചൂടാറിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ട് കൊടുത്തിട്ട് ഒന്നങ്ങ് അരച്ചെടുക്കാം. അപ്പോൾ അരച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് ഫൈനായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഒരു 1/2 ഗ്ലാസ് മാത്രം വെള്ളം ഈ സമയത്ത് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിലൊന്ന് ഫൈനായിട്ടൊന്നും അരച്ചെടുത്തിട്ടില്ല. അപ്പോൾ ഇതുപോലെ ചെറിയ തരികളൊക്കെ ഉണ്ടാവും. അത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടൊരു തിക്നെസ്സോട് തന്നെ കിട്ടിക്കോളും. അപ്പോൾ ഇനി നമുക്കിതൊന്ന് വറവിടാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് കടുകാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് വറ്റൽമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉണക്കമുളക് ഇട്ട് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. പെട്ടെന്ന് തന്നെ അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ നല്ല രീതിയിലൊന്നങ്ങ് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 30 സെക്കൻഡ് അത്രയൊക്കെ മതി. ഒന്നങ്ങ് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്കിനി എത്രയാണോ വെള്ളം ആവശ്യമുള്ളത് അത്ര ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരുപാട് ലൂസായിട്ടുള്ളൊരു കറിയല്ല, തിക്നെസ്സോട് കൂടിയിട്ടുള്ളൊരു കറി തന്നെയാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 ഗ്ലാസ്സും കൂടി മിക്സിൻ്റെ ജാറിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒന്നങ്ങ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഒന്ന് ചൂടാക്കി എടുക്കുക. ഒരുപാട് നേരം തിളപ്പിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല. ചെറിയൊരു ബബിൾസൊക്കെ വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി കേട്ടോ. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചൂടായി വരുന്ന സമയത്തൊന്ന് ചെറിയ കുമ്പളകളൊക്കെ വരില്ലേ, ആ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തിക്നെസ്സോട് കൂടി തന്നെയാണ് ഈ ഒരു കറി ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ കിടിലൻ ടേസ്റ്റുള്ളൊരു കറി തന്നെയാണിത്. അപ്പോൾ ചപ്പാത്തീൻ്റെ കൂടെയും ദോശേൻ്റെ കൂടെ ഇഡ്ഡലീൻ്റെ കൂടെയൊക്കെ കോമ്പിനേഷനായിട്ടുള്ളൊരു തക്കാളി ചട്നിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതിനേക്കാളും നല്ല കിടിലൻ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്